മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയും യുവാവും തമ്മിൽ റോഡിൽ നേർക്കുനേർ. പിന്നെ ഓ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. വേറെന്താ ഇങ്ങനെയൊക്കെ സുഖം. ജെറിൻ എന്ന് പറയുന്ന യുവാവ് സുഹൃത്തിനൊപ്പം ജീപ്പിൽ ഈ വീടിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് ഈ ആർത്തലച്ചായ എസ്റ്റേറ്റിന് സമീപം എത്തുന്ന സമയത്ത് എന്തോ ഒരു ജീവി റോഡിന് മുൻഭാഗത്തിലൂടെ പോകുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ വാഹനം നിർത്തി നോക്കിയ സമയത്താണ് റോഡിന് സമീപം വലിയ ഒരു ഭീമൻ കടുവയെ കാണുന്നത്. കടുവയും യുവാവും നേർക്കുനേർ നോക്കി നിൽക്കുകയായിരുന്നു. എത്ര കടുവനെ കണ്ടു? 4 കടുവനെ കണ്ടു. അതേ ഹാഷ്മി, ആരും കണ്ടു കഴിഞ്ഞാൽ പകച്ചു പോകുന്നതിന് പകരം ഈ യുവാവ് ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ളതാണ്. മലപ്പുറത്ത് കരുവാരക്കുണ്ടിൽ കടുവയുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച പ്രതി അറസ്റ്റിലായി. ഇതിനിടെ ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നു, ഒരു വ്യാജ വീഡിയോ സൂക്ഷിച്ച് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തന്നാൽ അത് സംപ്രേഷണം ചെയ്യും. നമ്മൾ വിപിൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ സഹോദരൻ ആള് മിടുക്കനാ. അവന്റെ ബുദ്ധിയും വൈഫവും നല്ല കാര്യത്തിന് എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നെങ്കിൽ അവൻ കൂടുതൽ മിടുക്കനായന്. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. അതെ SKN, തീർച്ചയായും ഇന്നലെയാണ് കരുവാരുകുണ്ടിൽ കടുവയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവാവ് രംഗത്ത് വരുന്നത്. ഈ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു. കരുവാരുകുണ്ട് സ്വദേശി ജെറിനായിരുന്നു. ഒപ്പം തന്നെ മാധ്യമങ്ങളിലൊക്കെ വന്ന് ഇതെന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് കടുവയെ കണ്ടത്, അപ്പോൾ എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴി കണ്ടു, കടുവയെ അപ്പോൾ ഒന്നും ചെയ്തില്ല, അപ്പോൾ താൻ തൊട്ടടുത്ത് നിന്നുകൊണ്ട് തന്നെ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു എന്നൊക്കെ മാധ്യമങ്ങളിലൊക്കെ പറയുകയും ചെയ്തു. ഇതൊക്കെ സെലിബ്രിറ്റീസിന്റെ കൂടെ എടുത്ത ഫോട്ടോസ് ആണോ? ഓ അതൊക്കെ കണ്ടുവല്ലേ? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ അവരൊക്കെ നിർബന്ധിക്കുമ്പോ അയ്യോ ഞാൻ ഫോട്ടോ എടുക്കില്ലെന്ന് പറഞ്ഞ് മാറിയുന്ന DFOയുടെ നേതൃത്വത്തിൽ ധനിക് ലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തുകയും ഇയാളെ എങ്ങനെയാണ് കടുവയെ കണ്ടത്, എവിടെ വെച്ച് കണ്ടു തുടങ്ങിയിട്ടുള്ള ചോദ്യം ചോദിച്ചത്. ഇതോടുകൂടി തന്നെ ഇത് പൊളിയുകയായിരുന്നു. കാരണം താൻ കടുവയെ കണ്ടിട്ടില്ല എന്നും പഴയ ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു, മാധ്യമങ്ങളിലൊക്കെ നൽകി പ്രചരിപ്പിക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ളതുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ വഴി മാറി.